ഇന്ന് കർക്കിടകം 1 രാമായണ മാസത്തിന് തുടക്കമാവുകയാണ്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇന്ന് ആനയൂട്ടാണ് പ്രധാന ചടങ്ങ്. അതിന് മുന്നോടിയായി ഗജപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. 65-ലധികം കൊമ്പനാനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, എല്ലാ വർഷവും കർക്കിടകം 1 ഇത്തരത്തിൽ വലിയ ആഘോഷം തന്നെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്നു. ആനയൂട്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനു മുന്നോടിയായി ഗജപൂജ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സാനു. വേണ്ടി ഈ ആനകളെല്ലാം വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലെ മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 65 ആനകളാണ് ഇപ്പോൾ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. അതിന് 9 പിടിയാനകൾ ഉൾപ്പെടെ രാവിലെ ഈ ആനയൂട്ടിന് മുന്നോടിയായിട്ട് രാവിലെ പുലർച്ചെ തന്നെ ഗണപതി ഹോമം കേന്ദ്രത്തിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ആനയൂട്ടിന്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഗജപൂജ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള, അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ നടന്നത്. അതായത് 12,008 നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ അതിവൃഹത്തായിട്ടുള്ള ഗണപതി ഹോമമാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഇതിനോടകം പൂർത്തിയായിട്ടുള്ളത്. അതായത് ഗജപൂജയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ. അതായത് 4 വർഷത്തിലൊരിക്കലാണ്, അതായത് 4 വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിൽ ഗജപൂജ നടക്കാറുള്ളത്. കോവിഡിനെ തുടർന്ന് ഗജപൂജ നടന്നിരുന്നില്ല. കോവിഡ് ഗജപൂജ നടന്നിരുന്നില്ല. നീണ്ട 8 വർഷത്തിന് ശേഷം അതിവിശാലമായിട്ട് അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഗജപൂജയാണ് ഇവിടെ നടത്തുന്നത്. 65 ആനകളിൽ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്ന 65 ആനകളിൽ ഈ ഗജപൂജയിൽ പങ്കാളിയായിട്ടുണ്ട്. അതായത് 65 ആനകളിൽ 9 പിടിയാനകളും ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് എറണാകുളം ശിവകുമാറാണ്, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള തെക്കേ ഗോപുരനട തള്ളി തുറന്ന എറണാകുളം ശിവകുമാറാണ് ഈ ഗജപൂജയിൽ പങ്കെടുക്കുന്ന പ്രധാനി. അതുപോലെ തന്നെ പുതുപ്പള്ളി കേശവൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പാറമേക്കാവ്, കാട്ടുകാവൻ തുടങ്ങിയ പേരുകേട്ട കൊമ്പന്മാർ ഈ ആനയൂട്ടിൽ ഗജപൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവമ്പാടി, ലക്ഷ്മിക്കുട്ടി, ഊത്രിക്കോവിൽ, സാവിത്രി ഉൾപ്പെടെയുള്ള 9 പിടിയാനകളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തും. ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ക്ഷേത്ര തന്ത്രി പുണ്യനും ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒപ്പം തന്നെ ആദ്യവിരുള്ള മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരിയാണ് നൽകുന്നത്. ഈ മേൽശാന്തി നൽകിയതിനു ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ ആനയൂട്ടി പങ്കാളിയാണ്. ആനകൾക്ക് ഈ ഭക്ഷണം നൽകുന്നത് എന്നാണ് നമ്മൾ അറിയിക്കുന്നത്. നിലവിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ചടങ്ങുകളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായി. ഗണപതി ഹോമം കഴിഞ്ഞു, ഗജപൂജ കഴിഞ്ഞു. അതായത് 5 ആനകൾ ഒരേ സമയം 5 ആനകൾക്കാണ് ഗജപൂജ നടത്താറുള്ളത്. അത് ആ 5 എന്ന ക്രമത്തിൽ ഇപ്പോൾ ഇതുവരെ 65 ആനകളിലേക്ക് ഗജപൂജ പൂർത്തിയാക്കി. ഗജപൂജ പൂർത്തിയാക്കിയതിനു ശേഷം ആനകളെ ഈ ആനയൂട്ടിന് വേണ്ടി ഈ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ വന്ന് നിരന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് മനോഹരമായ ആനയൂട്ട് ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം സാനു, ഇതുകൂടാതെ തൃശ്ശൂരിൽ ഇത്രയധികം ആനകൾ പങ്കെടുക്കുന്ന മറ്റൊരു ചടങ്ങ് തൃശ്ശൂർ പൂരമാണ്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ദൃശ്യം മറ്റൊന്നാണ്. ആനകൾ സമ്പൂർണ്ണമായി ആനച്ചമയങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ആനപ്പുറത്ത് തിടമ്പുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കുടമാറ്റമൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ ആനയൂട്ട് എന്ന് പറയുമ്പോൾ ആനകൾക്ക് പ്രധാനമായും ആഹാരം നൽകുന്ന ചടങ്ങാണ്. ആനകളെയെല്ലാം കുളിപ്പിച്ചൊരുക്കി മനോഹരമാക്കി ക്ഷേത്രത്തിന് മുമ്പിൽ അത് നിരനിരയായി നിർത്തി ആനകൾക്ക് ആഹാരം നൽകുന്ന അല്ലെങ്കിൽ മധുരം നൽകുന്ന ആ കാഴ്ച കാണാൻ നിരവധി ആളുകളാണല്ലോ അവിടെ എത്തിയിട്ടുള്ളത്. സാനു, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് ആനയൂട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.